അല്ലെങ്കിൽ ചെയ്ത ഒരു വീഡിയോ എന്നെ കാണിച്ചു. അതിൻ്റെ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു: ഞങ്ങളുടെ സഹനപുത്രി വിട വാങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ എൻ്റെ മാതാവ് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 52 വർഷം സഹനങ്ങളിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവായിരുന്നു എൻ്റെ മാതാവെന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയുവാൻ വേണ്ടി സാധിക്കും. കാരണം കഴിഞ്ഞ 26 വർഷങ്ങളായി സന്ധിവാതം എന്ന രോഗത്തിന് അടിമയായിരുന്നു എൻ്റെ അമ്മ. വീണ്ടും കഴിഞ്ഞ 4 മാസങ്ങൾ മുമ്പാണ് സെർവിക്കൽ ക്യാൻസർ ആണ് അമ്മയ്ക്ക് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോഴൊക്കെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അപ്പോഴും ആരെയും പഴിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഹനങ്ങളെ കൃപകളാക്കിയ ഒരു വത്സല മാതാവാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ആകുലതകൾ ഉണ്ടാകുമ്പോൾ, ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ച ഒരു അമ്മയായിരുന്നു ഞങ്ങളുടെ വത്സല മാതാവ്. എത്ര വേദനകൾ ഉണ്ടായാലും, ഞെരുക്കങ്ങൾ ഉണ്ടായാലും, രോഗത്തിൻ്റെ അവസ്ഥകൾ വലിഞ്ഞു മുറുക്കുമ്പോഴും ഒരിക്കൽ പോലും ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. വിശ്വാസ പരിശീലനത്തിന് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. 27 വർഷങ്ങൾ കൊണ്ട് അമ്മ ഒട്ടനവധി പേരെ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. രോഗത്തിൻ്റെ ഈ അവസ്ഥയിൽ പോലും വിശ്വാസ പരിശീലനത്തിൽ വേണ്ടത്ര പ്രാധാന്യം അമ്മ കാണിച്ചിരുന്നു. പ്രിയമുള്ളവരെ, സഹോദരൻ ഒരു വൈദികനാണ്, സഹോദരി ഒരു സന്യാസിനിയാണ്. മകനെ ഉദരത്തിൽ വഹിച്ച് വിശ്വാസത്തിൽ വളർത്തി ആ മകനെ ബലിപീഠത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യഥാക്രമം ചെയ്തുകൊണ്ടാണ് വത്സല മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പറയാം, ഞങ്ങളുടെ ഭൂമിയിലെ സ്വർഗത്തിലെ മാലാക ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആയിരിക്കുന്നു എന്ന്. ഇനി ഒരു ഭൗതികമായൊരു സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ ഉണ്ടാവതില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഒരു ആത്മീയമായ സാന്നിധ്യം മാത്രമാണ് ഞങ്ങളോടൊപ്പമുള്ളത്. ആ ഒരു ആത്മീയ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം ബലപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.